ഇപ്പോൾ നമ്മൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ വളരെയധികം ആവശ്യമുള്ള ഘട്ടമാണ്. ഇപ്പോൾ കടകളിലൊക്കെ നമുക്ക് വളരെയധികം വിരളമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ സാനിറ്റൈസർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സംഗതികൾക്ക് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് സാനിറ്റൈസർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സംഗതികൾ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, ഇതൊരു സാനിറ്റൈസറാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിൻ ആവശ്യമുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ, പിന്നെ അലോവേര ജെല്ല് വേണം. അതോടൊപ്പം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൂടെ. ഇനി നമ്മളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് നമ്മൾ 100 ml ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ആദ്യമായി ഒരു ബീക്കറിലേക്ക് ഒഴിക്കാം. ഈ 100 ml ആൽക്കഹോളിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത് 10 ml ഗ്ലിസറിനാണ്. ഇത് ചേർത്ത ശേഷം ഒരു ഗ്ലാസ് കൊണ്ട് നന്നായി അതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 സ്പാച്ചുല അലോവേര ജെല്ല് ചേർക്കാം. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഫ്യൂ ഡ്രോപ്സ് ഓഫ് എസെൻഷ്യൽ ഓയിൽ. ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ആയാലും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഇത് ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യും. സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ടൈറ്റ് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നീട് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നടത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ മുഴുവൻ കോളേജുകളിലും സാനിറ്റൈസറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കോളേജിലേക്ക് ആവശ്യമായിട്ടുള്ള സാനിറ്റൈസറുകൾ നമ്മുടെ കോളേജിന്റെ കെമിസ്ട്രി ലാബിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അധ്യാപകർ പറയുകയും അതിനെ ഒരല്പം കൂടി വിശാലമായ കാഴ്ചപ്പാടോടുകൂടി കണ്ടുകൊണ്ട് മാർക്കറ്റിൽ നിലവിൽ സാനിറ്റൈസറുകളുടെ ദൗർലഭ്യത മനസ്സിലാക്കുകയും സമീപ പ്രദേശത്തെ വീടുകളിലേക്ക് കൂടി വിതരണം ചെയ്യാവുന്ന രീതിയിൽ ഒരല്പം കൂടിയ അളവിൽ സാനിറ്റൈസറുകൾ നമ്മുടെ ലാബിൽ വെച്ച് കീഴ്ശേരി റീജിയണൽ കോളേജിന്റെ ലാബിൽ വെച്ച് നമ്മൾ ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. എന്തായാലും ഇതിന് മുന്നോട്ട് വന്ന ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ അധ്യാപകരെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച കോളേജിലെ മുഴുവൻ സ്റ്റാഫിനെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ലോകം ഈ മഹാമാരിയിൽ നിന്ന് മുക്തി നേടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്